ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട മുണ്ടക്കൈ ചൂരൽമലയിലെ എസ്റ്റേറ്റ് തൊഴിലാളികൾ പുനരധിവാസ പട്ടികയ്ക്ക് പുറത്ത്. ഉപഭോക്തൃ പട്ടികയിൽ പേരില്ലാത്ത മുണ്ടക്കൈ ചൂരൽമലയിലെ ലയങ്ങളിൽ താമസിച്ചിരുന്ന തൊഴിലാളികൾ കുടുംബസമേതം സമരമുഖത്തേക്ക് ഇറങ്ങുകയാണ്. ഉറ്റവരും ഉടയവരും കൺമുന്നിൽ നിന്ന് ദുരന്തത്തിൽപ്പെട്ട് കാണാതായ അനുഭവങ്ങൾ ഇന്നും വേട്ടയാടുന്ന ദുരന്തബാധിതർ റിപ്പോർട്ടർ ടിവിയോട് പ്രതികരിച്ചു. അവരുടെ പ്രതികരണം കേൾക്കാം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം കഴിഞ്ഞ 7 മാസം പിന്നിടുകയാണ്. പുനരധിവാസം ഒരു ഭാഗത്ത് നടക്കുന്നുവെന്ന് സർക്കാർ പറയുന്നുണ്ടെങ്കിലും പൂർണ്ണമായും പുനരധിവാസത്തിൽ ഉൾപ്പെടാത്ത നിരവധി ദുരന്ത ബാധിതരുണ്ട്. ഏറ്റവും അവസാനഘട്ട പട്ടിക കഴിഞ്ഞ ദിവസങ്ങളിലാണ് പുറത്തു വന്നത്. ആ പട്ടികയിൽ തന്നെ ഈ 3 വാർഡുകളിലെയും മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല എന്നീ 3 വാർഡുകളിലെ ദുരന്തബാധിതരായിട്ടുള്ള നിരവധി ആളുകൾ താമസിക്കുന്ന തൊഴിലാളികളുടെ ലയങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അവർ ലിസ്റ്റിന് പുറത്താണ്. എന്താണ് ഇപ്പോൾ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ? ഇല്ല, ലിസ്റ്റിൽ പേരില്ല. ഫസ്റ്റ് ഘട്ടത്തിൽ വന്നപ്പോൾ പേരില്ലായിരുന്നു. എന്നാൽ ഞങ്ങൾ കംപ്ലയിൻറ്റ് കൊടുത്തു, കലക്ടർ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ADM എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ഇതിലൊന്നും പേര് വന്നിട്ടില്ല. ഗവൺമെൻറ് ഉത്തരവ് പ്രകാരം ജോൺ മത്തായി സാർ അളന്ന് 50 മീറ്റർ മാനദണ്ഡത്തിൽ നമുക്ക് ഇവിടെ ഉൾപ്പെട്ടിട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സംരക്ഷിക്കുന്നത് എസ്റ്റേറ്റിനെയാണെന്നുള്ള കൃത്യമായിട്ടുള്ള നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ എസ്റ്റേറ്റ് ലയങ്ങളിൽ നിൽക്കുന്ന സ്ഥലങ്ങളിലൊന്നും ഇവർ 50 മീറ്റർ വെച്ചിട്ടില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ പുഴ ഒഴുകുന്നതും ഈ ലയം നിൽക്കുന്നതും തമ്മിൽ ഏറി വന്നാൽ ഒരു 10 മീറ്റർ തേച്ചില്ല, 10-15 മീറ്റർ തേച്ചിട്ടില്ല. ഞങ്ങളെല്ലാവരും എസ്റ്റേറ്റ് തൊഴിലാളികളുടെ മക്കളായിരുന്നു. നമുക്ക് ഇതുവരെ നമുക്കൊരു 5 സെൻറ്റ് സ്ഥലം മേടിച്ചിട്ട് നമുക്ക് എവിടേക്കും പോയിട്ട് സ്ഥലം എടുക്കാനോ നമുക്ക് വീട് വെക്കാനോ പറ്റിയിട്ടില്ല. നമുക്ക് ഇനി ഒരു ഓപ്ഷനില്ല, മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ള ഓപ്ഷനില്ല. ആ രീതിയിലാണ് നിൽക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മത്തായി സാറ് കല്ലിട്ടേക്കുന്നത് നമ്മുടെ ഈ വീടിനോട്, നമ്മുടെ ലയത്തിനോട് ചേർന്നിട്ട് 1 മീറ്റർ പോലും തികച്ചില്ലാതെയാണ് കല്ലിട്ടേക്കുന്നത്. എങ്ങനെ കണക്ക് കൂട്ടിയാലും നമുക്ക് 30 മീറ്ററിൽ താഴെ വരുന്നുള്ളൂ. ഇത്രയും പുഴയുടെ വക്കത്ത് നിൽക്കുന്ന ഞങ്ങളെ എന്തുകൊണ്ട് ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല എന്നാണ് നമുക്ക് അറിയേണ്ടത്. നമ്മളെ ഇനിയും ഇതേപോലെ തന്നെ നമ്മൾ ഇവരെ പരിഗണിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ശക്തമായിട്ടുള്ള സമരമായിട്ട് മുന്നോട്ട് പോകാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിന് വൈകാതെ തന്നെ നമ്മൾ സമരത്തിനുള്ള ഡേറ്റ് നമ്മൾ ഫിക്സ് ചെയ്യും. ഈ റാട്ടപ്പാടി പറയുന്ന പ്രദേശത്ത് താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ട് 22 വർഷത്തിന് മേലെയായി. ലിസ്റ്റിൽ പേരും വന്നിട്ടില്ല. ഇനി ഞങ്ങൾക്ക് ഇതല്ലാതെ വേറൊരു ആശ്രയമില്ല. ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിന് ശക്തമായ സമരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. തിരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വരണമെങ്കിൽ ഞങ്ങളെ മക്കൾ പറയുന്നത് ഞങ്ങൾ വരില്ല എന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും നമ്മൾ വീടാണ് ആവശ്യപ്പെടുന്നത്. നമുക്ക് അല്ലാണ്ട് എവിടെ പോകാനുള്ള വഴിയില്ല നമുക്ക്. അപ്പോൾ നമുക്ക് വീട് അനുവദിച്ച് തരണം തന്നെയാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ സമരമെങ്കിൽ സമരം. അപ്പോൾ 3 ലിസ്റ്റിൽ ഞങ്ങളെ പേര് വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഗവൺമെൻറ് ഒരു വീട് തന്നേ പറ്റുള്ളൂ. ഞങ്ങൾ എന്തായാലും ഇതിലേക്ക് പാടി റൂമിലേക്ക് ഞങ്ങൾ വരില്ല. മോഹങ്ങളും സ്വപ്നങ്ങളും ബാക്കി വെച്ച് ഉറങ്ങാൻ കിടന്ന ഒരു കൂട്ടം മനുഷ്യരാണ് ഒരു രാത്രി കൊണ്ട് വിറങ്ങലിച്ച ഉരുൾപൊട്ടൽ ദുരന്തത്തിന് സാക്ഷിയായത്. അവർക്ക് വീടുകൾ അനുവദിച്ച് കൊടുത്തേ നൽകൂ. ഈ മണ്ണിൽ പണിയെടുത്ത വളർന്നവരാണ്. വീഡിയോ ജേർണലിസ്റ്റ് അതുൽ ആമ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.